പണ്ട് രാജ്യഭരണം നിലനിന്നിരുന്ന സമയത്ത് ഈശ്വരഭക്തിയുള്ള ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ പ്രജകളെല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ തന്നെ അതീവ ശ്രദ്ധയോടെയാണ് ആ രാജാവ് പ്രജകളെയും പരിപാലിച്ചത്. അങ്ങനെ ഇരിക്കെ ആ രാജ്യത്ത് ഒരുപാട് കാലം മഴ പെയ്തില്ല. കഠിനമായിട്ടുള്ള വരൾച്ചയിൽ ജനങ്ങൾ വലഞ്ഞു. മഴ പെയ്യാനായിട്ട് രാജാവ് ധാരാളം പൂജകളും ഹോമങ്ങളും ഒക്കെ നടത്തിയെങ്കിലും ഒന്നിനും ഒരു ഫലം ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ പൂജയിലും ഭക്തിയിലും ജനങ്ങൾ അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങി. ഇത്രയും കാലം വളരെ നന്നായിട്ട് പരിപാലിച്ചതെല്ലാം മറന്ന് പ്രജകളിൽ പലരും രാജാവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. രാജാവ് നല്ലതല്ലാത്തതുകൊണ്ടാണ് പ്രജകൾക്ക് ദുരിതം വന്നു കൂടുന്നത്. വെറുതെ നാമജപവും പൂജയും കൊണ്ട് എന്ത് കാര്യം? രാജ്യത്തെ വരൾച്ചയിൽ നിന്ന് നേരിടാനുള്ള വഴി നോക്കുക വേണ്ടത്. ഇതെല്ലാം കേട്ടിട്ട് രാജാവിന് വലിയ വിഷമം തോന്നി. അദ്ദേഹം പൊട്ടിക്കരഞ്ഞോട് ഭഗവാനോട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, അവിടുന്ന് എന്തുകൊണ്ടാണ് അടിയൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എൻ്റെ പ്രജകളെല്ലാം വല്ലാതെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. എൻ്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചുവോ? എങ്കിലത് എനിക്ക് മനസ്സിലാക്കി തന്നാലും. എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് കൂടി അടിയനെ മനസ്സിലാക്കി തരാൻ ദയവുണ്ടാകണം. അന്ന് രാത്രി ഭഗവാൻ രാജാവിനൊരു സ്വപ്നദർശനം നൽകി. ഭഗവാൻ പറയാണ്, അല്ലയോ രാജൻ, ഒട്ടും വിഷമിക്കേണ്ട. നീ എൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ തന്നെയാണ്. നിൻ്റെ കർമ്മങ്ങൾക്കോ പ്രവൃത്തികൾക്കോ ഒന്നും ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. ഈ രാജ്യത്ത് തന്നെ ഒരു പരമഭക്തനുണ്ട്. അദ്ദേഹം വന്ന് ഭജന പാടി ആനന്ദ നൃത്തം ചവിട്ടുമ്പോൾ മാത്രമേ ഇവിടെ മഴ പെയ്യൂ. രാജാവ് വളരെ ആകാംക്ഷയോടെ ചോദിച്ചു, അത് ആരാണെന്ന് കൂടി പറയാൻ ദയവുണ്ടാവണം. രാജ്യാതിർത്തിയിലുള്ള കൽമണ്ഡപത്തിൽ ഇദ്ദേഹം ഇരിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് ഭഗവാൻ മടങ്ങി. ഇത് കേട്ട രാജാവിന് വളരെ അത്ഭുതമായി. തൻ്റെ രാജ്യത്ത് ഭഗവാന് പ്രിയപ്പെട്ട ഒരു ഭക്തനോ? അതാരായിരിക്കും? പിറ്റേന്ന് രാവിലെ രാജാവും പരിവാരങ്ങളും അവനെ അന്വേഷിച്ച് കൽമണ്ഡപത്തിൻ്റെ അടുത്തെത്തി. അവിടെ ഇരിക്കുന്ന ആളെ കണ്ടത് എല്ലാവരുടെയും മുഖം മങ്ങി. ഈശ്വര സൃഷ്ടിയിലെ ഒരു വൈചിത്ര്യമായ അയാളെ എല്ലാവർക്കും അറിയാം. ആണും പെണ്ണും അല്ലാത്തൊരു ജന്മം. എങ്ങനെയോ ഈ നാട്ടിൽ വന്ന് പെട്ടതാണ്. ജലധി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അയാൾ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് ജീവിച്ചു വന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാണ്ട് തനിയെ പാടുന്നതും ആടുന്നതും ഒക്കെ കാണാം. ആളുകൾ പിറുപിറുക്കാൻ തുടങ്ങി. കഷ്ടം, ആണും പെണ്ണും അല്ലാത്ത ഭ്രാന്തനാണോ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തൻ? രാത്രി എന്തോ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെയുണ്ടോ? ആരെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നു? ഇതെല്ലാം ഈശ്വരൻ പറയുന്നതാണോ? ഭക്തി മൂത്ത് രാജാവിന് ഭ്രാന്ത് പിടിപെട്ടുവോ? അങ്ങനെ പലതും പറയാൻ തുടങ്ങി. പക്ഷെ രാജാവിന് അത് ഭഗവാൻ തന്നെ പറഞ്ഞതെന്ന് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. രാജാവ് ജലധിയോട് തൻ്റെ സ്വപ്നദർശനത്തെക്കുറിച്ച് പറഞ്ഞു. സാധാരണ ആരുടെയും വാക്കുകളെ ശ്രദ്ധിക്കാതെ ജീവിച്ചിരുന്ന ജലധി വളരെ അത്ഭുതത്തോടെ രാജാവിനെ നോക്കി. എന്നിട്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഞാൻ അത്ര വലിയ ഭക്തനൊന്നുമല്ല. ഭഗവാന് എന്നോടുള്ള കാരുണ്യം കൊണ്ട് പറഞ്ഞതാണ്. ഭഗവാൻ തന്നെയാണ് അങ്ങയെ എനിക്ക് കാണിച്ചു തന്നത്. ഈ രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി അങ്ങ് എന്നോടൊപ്പം വരണമെന്ന് രാജാവ് പറയുകയാണ്. ഭഗവാന്റെ നിയോഗം അങ്ങനെയെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മാത്രമല്ല, ആ കരുണാമയൻ എന്നോട് ഭജന പാടുവാനാണല്ലോ പറഞ്ഞത്. അത് മാത്രമേ എനിക്ക് ആനന്ദം തകരുന്നതായിട്ടുള്ളൂ. എൻ്റെ ആനന്ദം ഈ രാജ്യത്തുള്ള ജനതയ്ക്ക് പകർന്നു കൊടുക്കാൻ എൻ്റെ സ്വാമി നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് ജലധി പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ എല്ലാവരും ആ രാജ്യത്തിലെ പ്രധാന മൈതാനത്തിൽ ഒത്തുചേർന്ന് ജലധിയോടൊപ്പം അഖണ്ഡനാമജപം ചെയ്യണമെന്ന് രാജാവ് പെരുമ്പറ കൊട്ടി രാജ്യം മുഴുവൻ അറിയിച്ചു. പലരും പരിഹാസത്തോടെ പറഞ്ഞു, കഷ്ടം, രാജ്യത്തെ രാജാവല്ലേ, രാജാവിനെ എന്തും ചെയ്യാലോ. ആരുണ്ട് ഇത്തരം അനീതിക്കെതിരെ ചോദ്യം ചെയ്യാൻ? രാജാവിൻ്റെ കൽപ്പന ധിക്കരിക്കാൻ വയ്യാത്തതുകൊണ്ട് ജനങ്ങൾ മനസ്സിലെ മനസ്സോടെ നാമജപത്തിന് എത്തിച്ചേർന്നു. പ്രസന്നനായിട്ടുള്ള മുഖത്തോടെ ജലധിയും വന്നു ചേർന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കുടയുണ്ടായിരുന്നു. അത് കണ്ട് എല്ലാ മുഖങ്ങളും പരിഹാസച്ചിരി വളർന്നു. പരമഭക്തനാണത്രേ, ഇതുകൊണ്ടൊന്നും മഴ പെയ്യാൻ പോകുന്നില്ല. ആർക്കും ആ നാമജപത്തിലൊരു വിശ്വാസം തോന്നിയില്ല. എന്നാൽ രാജാവ് ജലധിയുടെ ഭക്തിയിലും ഭഗവാന്റെ വാക്കിലും ദൃഢവിശ്വാസം ഉള്ളതുകൊണ്ട് രാജാവും കയ്യിലൊരു കുട കരുതിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് നാമജപം തുടങ്ങി. ജലധിയുടെ ഭജനയിൽ എല്ലാവരും അറിയാണ്ട് മുഴുകിപ്പോയി. സമയം നീണ്ടുപോയി. ഭജനയുടെ രസത്തിൽ ജലധി ആനന്ദത്തോടെ നൃത്തം വയ്ക്കാൻ തുടങ്ങി. മഹാരാജാവും അദ്ദേഹത്തിൻ്റെ കൂടെ നൃത്തം വയ്ക്കുന്നുണ്ട്. എല്ലാവരും പരിഹാസത്തോടെ പരസ്പരം നോക്കി ചിരിച്ചു. ഭജന അവസാനിക്കാറായി. മഴയുടെ ഒരു ലാഞ്ചന പോലും ഇല്ല. ആകാശം തെളിഞ്ഞിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും ഒരു മഴ പെയ്യാൻ പോകുന്നില്ല എന്ന് രാജാവ് കേൾക്കെ തന്നെ എല്ലാവരും പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ് ജനങ്ങളൊക്കെ പിരിഞ്ഞു പോകാൻ തുടങ്ങി. എന്നാൽ രാജാവും ജലധിയും ഇതൊന്നും അറിയാണ്ട് കയ്യിലുള്ള കുടയെ നിവർത്തി പിടിച്ചിട്ട് ഭക്തിയിൽ ലയിച്ചിട്ട് നൃത്തം വെച്ചുകൊണ്ടേയിരുന്നു. ജനങ്ങളെല്ലാവരും കുറേ അകലെ നീങ്ങിയതും രാജാവും ജലധിയും നൃത്തം വയ്ക്കുന്ന സ്ഥലത്ത് മാത്രമായിട്ട് അതിശക്തമായ മഴ പെയ്തു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ പ്രജകളെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അവർക്ക് സ്വന്തം കണ്ണുകളെപ്പോലും വിശ്വസിക്കാനായില്ല.
രാജാവും ജലതയും കൂടെ ഉപേക്ഷിച്ച് കനത്ത മഴയിൽ ആനന്ദ നൃത്തം ചവിട്ടണു. അവരുടെ ചുറ്റും മാത്രമേ ആ മഴ പെയ്യണുള്ളൂ. ഒരു പ്രത്യേക പരിധി കഴിഞ്ഞ് ഒരു തുള്ളി ജലം പോലും ആകാശത്ത് നിന്ന് താഴെ പതിക്കണില്ല. ജനങ്ങൾക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. അവരുടനെ തന്നെ ഓടി വന്ന് രാജാവിൻ്റെയും ജലതയുടെയും പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. പിന്നീട് ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഭഗവാനെ, ഞങ്ങൾ അറിയാതെ ചെയ്ത തെറ്റ് ക്ഷമിക്കണേ. ഞങ്ങൾക്കും അങ്ങയുടെ കാരുണ്യവർഷം അനുഭവിക്കാൻ അനുഗ്രഹിക്കണേ. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്: എൻ്റെ ഭക്തനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ദുരിതമെല്ലാം അനുഭവിക്കേണ്ടി വന്നത്. നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ തന്നെ ജലതയും സൃഷ്ടിച്ചത് ഞാനാണ്. കാലദേശങ്ങൾക്കും കർമ്മഫലങ്ങൾക്കും അനുസരിച്ച് ഓരോ സൃഷ്ടിയും ഉണ്ടാവുന്നു. എൻ്റെ സൃഷ്ടിയിലെ നന്മതിന്മകൾ വേർതിരിച്ച് കാണാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? ഇത്രയും കാലം സ്വന്തം മക്കളെപ്പോലെ നിങ്ങളെ പരിപാലിച്ച രാജാവിനെ ഒരു കഷ്ടകാലം വന്നപ്പോൾ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. നിങ്ങളുടെ സുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണം രാജാവോ ഈശ്വരന്മാരോ ഒന്നുമല്ല, നിങ്ങളുടെ തന്നെ കർമ്മഫലങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് കേട്ട് എല്ലാവരും പശ്ചാത്തലവിവശനായി. ഇത് കണ്ട ജലത അവരോട് പറഞ്ഞു: സാരമില്ല, ആരും ദുഃഖിക്കേണ്ട. ഭഗവാൻ കരുണാമയനാണ്. ഇനിയില്ല കുറച്ച് സമയമെങ്കിലും നമുക്ക് ഒന്നിച്ച് നാമം ജപിക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ഭഗവാനിലുള്ള പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് എല്ലാവരും ഭക്തിയോടെ നാമം ജപിക്കാൻ തുടങ്ങി. അങ്ങനെ രാജ്യം മുഴുവൻ മഴ തിമർത്ത് പെയ്യാൻ തുടങ്ങി. നമ്മുടെ അവിശ്വാസമാണ് പലപ്പോഴും ഭഗവാൻ തരുന്ന കാരുണ്യത്തെ തട്ടിമാറ്റണത്. അത് മനസ്സിലാക്കാണ്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങൾക്ക് മറ്റുള്ളവരെ പഴിചാരും നമ്മുടെ വിപരീത ചിന്തകളാണ് പലപ്പോഴും വന്നു ചേരുന്ന നന്മകളെപ്പോലും മാറ്റിവിടുന്നത്. ഒന്നിനെയും പരിഹസിക്കാനും പുച്ഛിക്കാനും ഒന്നും നമുക്ക് അവകാശമില്ല. ഭഗവാന്റെ കൃപയ്ക്ക് യോഗ്യതയായി കണക്കാക്കുന്നത് പരിശുദ്ധമായ ഭക്തി നിറഞ്ഞ ഹൃദയം മാത്രമാണ്.